Very good morning all. Once more all welcome to Cost and Management Accounting new video class. Last class നമ്മൾ FIFO മെത്തേഡിൽ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഇഷ്യൂവിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിനകത്ത് ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ അതുപോലെ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ലാസ്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യുന്നത്. ദെൻ സെയിം വേ ലിഫോ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഫിഫോ മെത്തേഡ് വർക്കൗട്ട് ചെയ്യുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ് ലിഫോ മെത്തേഡിനും ഫോളോ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് മെത്തേഡാണ് ലിഫോ. ലിഫോ മീൻസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയങ്ങളിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്തു പോകും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു ഡീമെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടൈമിൽ വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽ അവിടെ സ്റ്റോക്കായി നിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ പൂർണ്ണമായിട്ടും ഇഷ്യൂ ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ വരുന്ന സമയം പ്രത്യേകിച്ച് കൺസിഡർ ചെയ്ത് പോകാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന മെറ്റീരിയൽസ് ഫസ്റ്റ് ടൈമിൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ലിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ബൈ യൂസിംഗ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ലിഫോ മെത്തേഡ്. April 1st, stock in hand 500 units at 20 per unit. April 3rd, issued 200 units. Again April 3rd, purchased 150 units at rupees 22 per unit. April 4, issued 100 units. April 5, purchased 200 units at rupees 25 per unit. April 6, issued 300 units. Again April 6, returned to store 10 units. Then issued on 4th April. 7th April, issued 100 units. And 8th April, issued 50 units. On 10th April, it was noticed that there is a shortage of 10 units. Okay. ഈ ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് പാർട്ട് എന്താ പറഞ്ഞത്? ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ബാലൻസ് എമൗണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എത്ര യൂണിറ്റ്, എത്ര രൂപ, ദെൻ അതിന് ടോട്ടൽ വാല്യൂ, അതാണ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തുടങ്ങുന്ന ഏത് മന്തിലാണ്? ഏപ്രിലാണ്. 2018 ഏപ്രിൽ 1st. 2018 ഏപ്രിൽ 1st. ഓക്കെ, ദെൻ ബാലൻസ് നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് കോളത്തിലാണ് എഴുതുന്നത്. 500 യൂണിറ്റ്സ്, 20 per unit, സോ ടോട്ടൽ 10,000. ക്ലിയറാണല്ലോ? അപ്പോൾ ബാലൻസ് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഏപ്രിൽ 3rd ഇഷ്യൂഡ് 200 യൂണിറ്റ്സ്. ദെൻ അഗെയിൻ ഏപ്രിൽ 3rd പർച്ചേസ്ഡ് 150 യൂണിറ്റ്സ് അറ്റ് 22 per unit. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ ഡേറ്റിൽ പർച്ചേസും ഇഷ്യൂ നടക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇഷ്യൂ ചെയ്യുകയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആദ്യം എൻ്റർ ചെയ്യുന്നു. എത്ര യൂണിറ്റാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? 150 യൂണിറ്റ്സ്, 22. അപ്പോൾ ഏപ്രിൽ 3rd പർച്ചേസ്ഡ് റെഫറൻസ് നമ്പർ. ഓക്കെ, ഇപ്പോൾ റിസീറ്റ് കോളത്തിലാണ് എഴുതുന്നത് 150 യൂണിറ്റ്സ് rupees 22 ആണല്ലോ. അപ്പോൾ 150 യൂണിറ്റ് 22 രൂപ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 3,300. ഇവിടെ എന്തായി? ഇത് ഇതുപോലെ തന്നെ ഇറക്കി എഴുതണം. 500, 20, 10,000. ദെൻ ഇപ്പോഴത്തെ 150 യൂണിറ്റ്സ് 22 rupees, 3,300. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി രണ്ടാമത്തത് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എത്ര യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്? 200 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഏപ്രിൽ 3rd തന്നെയാണ്. സോ issued
റഫറൻസ് നമ്പർ, ഇഷ്യൂഡ് റഫറൻസ് നമ്പർ. അപ്പോൾ റിസീറ്റ് കോളത്തിൽ ഒന്നും എഴുതാണ്ടാവില്ല. എത്ര യൂണിറ്റ്സ് ആണ്? 150 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 200 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ നിന്ന് വേണം ആദ്യം ഇഷ്യൂ ചെയ്ത് പോവാൻ. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 150 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ആ 150 യൂണിറ്റ്സ് ആദ്യം ഇഷ്യൂ ചെയ്ത് കാണിക്കുന്നു. അതിന്റെ റേറ്റ് 22 ആണ്. 150 22 എന്ന് പറയുമ്പോൾ 3300. ഓക്കെ. ദെൻ ഇനി ഇവിടെ എത്ര യൂണിറ്റ് കൂടി വേണം? 50 യൂണിറ്റും കൂടി വേണം. 200 യൂണിറ്റ് ആണല്ലോ ഇഷ്യൂ ചെയ്യുന്നത്. അതിനിവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് 150 യൂണിറ്റ് എടുത്തു. ഇനി 500 നിന്ന് എത്ര യൂണിറ്റ് എടുക്കണം? 50 യൂണിറ്റ്സ് എടുക്കണം. 500 ഡേറ്റ് എമൗണ്ട് എത്ര? 20 ആണ്. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് 50 യൂണിറ്റ്സ് എടുത്തു. അപ്പോൾ ടോട്ടൽ 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 20 ആണ്. 500 എന്നാണ് എടുത്തത് 50 യൂണിറ്റ്. അതിന്റെ റേറ്റ് എത്ര? 20 ആണ്. ഓക്കെ. സോ 1000 യൂണിറ്റ് വരും. 1000 യൂണിറ്റ്. അപ്പോൾ ഇവിടെ ടോട്ടലായി 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. ഒന്ന് 22 റേറ്റിലാണ്, രണ്ടാമത്തത് 20 റേറ്റിലാണ്. ഇനി ഈ 500 എന്നാണ് എടുത്തത്. അതുകൊണ്ട് ഈ 500 മൈനസ് 50, 500 എന്നാണല്ലോ ലാസ്റ്റ് ഡോട്ട് പോയത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് 50 മൈനസ് ചെയ്യാം. അപ്പൊ ബാലൻസ് എത്ര ഉണ്ട്? 450 യൂണിറ്റ്സ് ഉണ്ട്. 450 യൂണിറ്റ്സ് ഇതിൽ നിന്നാണ് ബാലൻസ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ വാല്യൂ 20 ആണ്. ഓക്കെ. അപ്പോൾ 9000. ക്ലിയർ ആണല്ലോ. 200 യൂണിറ്റ്സ് ഏപ്രിൽ 3 ഇഷ്യൂ ചെയ്തു. അതിൽ 150 ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ പർച്ചേസ് ചെയ്ത് അത് തന്നെയാണ് ഇഷ്യൂ ചെയ്ത് പോയത്. ദെൻ പിന്നെ 50 യൂണിറ്റ്സും കൂടി ഇഷ്യൂ ചെയ്യണം. ആ 50 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ഈ പറയുന്ന 500 യൂണിറ്റ്സ് നിന്നാണ്. അപ്പോൾ ബാലൻസ് എത്ര? 450 യൂണിറ്റ്സ്, 29000. ദെൻ ഏപ്രിൽ 4 എന്താ നടക്കുന്നത്? 100 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. 100 യൂണിറ്റ്സ്. ഓക്കെ. അപ്പോൾ ഏപ്രിൽ 4 ഇഷ്യൂഡ് റഫറൻസ് നമ്പർ. ഓക്കെ. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് റിസീറ്റ് കോളത്തിലൊന്നും എഴുതാനില്ല. 100 യൂണിറ്റ്സ് ആണ്. 100 യൂണിറ്റ്സിന് ഇവിടെ 450 ബാലൻസ് ഉണ്ട്. സോ 100 യൂണിറ്റ്സ് ലേറ്റസ്റ്റ് വാല്യൂ 20 ആണ്. 20 എഴുതി 2000. ഓക്കെ. ദെൻ 450 നിന്ന് 100 മൈനസ് ചെയ്യാം. അപ്പോൾ 350 യൂണിറ്റ്സ് ബാലൻസ് ഉണ്ടാവും. റുപ്പീസ് 27,000. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ഡേറ്റിൽ എന്താ നടക്കുന്നത്? ഏപ്രിൽ 5 നടക്കുന്നത്. ഏപ്രിൽ 5 200 യൂണിറ്റ്സ് 25 വെച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏപ്രിൽ 5 പർച്ചേസ്ഡ് റഫറൻസ് നമ്പർ പർച്ചേസ് ചെയ്യാണ്. എത്ര യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്? 200 യൂണിറ്റ്സ് റുപ്പീസ് 25 വെച്ചിട്ട്. 200 യൂണിറ്റ്സ് 25 വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ 55,000. ഓക്കെ. 5000 കിട്ടി. അപ്പൊ ആ 5000 എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോകണം. അപ്പൊ അത് എന്ത് ചെയ്യണം? ഇത് ബാലൻസ് അതുപോലെ ഇറക്കി എഴുതണം. ആദ്യം 27,000. ദെൻ ഇപ്പൊ കിട്ടിയിട്ടുള്ള 200 25 5000. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ 3 ഡോട്ടുകൾ വരും. 350 വരും. ഇനി അടുത്ത ഡേറ്റിൽ എന്താ നടക്കുന്നത്? 6th നടക്കുന്ന കേസസ് ഏതൊക്കെയാ? 6th 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇഷ്യൂഡ് 300 യൂണിറ്റ്സും അതുപോലെ റിട്ടേൺ ടു സ്റ്റോർ 10 യൂണിറ്റ്സ്. അപ്പോൾ സ്റ്റോറിലേക്ക് റിട്ടേൺ അടിക്കുന്നുണ്ട് 10 യൂണിറ്റ്. അത് എങ്ങനെയാണ് പറഞ്ഞത്? ഏപ്രിൽ 4 ഇഷ്യൂ ചെയ്ത റേറ്റിലാണ് അത് റിട്ടേൺ അടിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പർച്ചേസ് ചെയ്തതായിട്ട് കാണിക്കാം. അപ്പോൾ ആ പർച്ചേസ് ചെയ്തതായി കാണിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ? പർച്ചേസ് ചെയ്തതിന് ഈക്വലാണ്. അപ്പോൾ എത്ര യൂണിറ്റ് ആണ് സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ അടിച്ചിട്ടുള്ളത്? 10 യൂണിറ്റ്സ് ആണ് റിട്ടേൺ അടിച്ചത്. അപ്പോൾ സ്റ്റോറിലേക്ക് റിട്ടേൺ അടിച്ചു എന്ന് പറഞ്ഞാൽ ഫ്രഷ് പർച്ചേസിന് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെസീറ്റ് കോളത്തിൽ അത് റൈറ്റ് ചെയ്യണം. 4th ഇഷ്യൂ ചെയ്തിട്ടുള്ള റേറ്റിന് എന്നാണ് പറഞ്ഞത്. 4th ഇഷ്യൂ ചെയ്തത് എത്ര രൂപക്കാ? 100 യൂണിറ്റ്സ് ആണ് 4th ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് അന്നത്തെ ലേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ആ 20ലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്ത് വരുമ്പോൾ 10 യൂണിറ്റ്സ് 20ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 6th 2 പ്രോസസ് ഉണ്ട്.
ഒന്നാമത്തത് നമ്മൾ റിട്ടേൺ ആണ്. ഇവിടെ റിട്ടേൺ എഴുതി കാണിക്കുന്നു. റിട്ടേൺ ഇവിടെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് പർച്ചേസ് ആയിട്ടാണ് കാണിക്കുക. 10 യൂണിറ്റ്സ് 20 then 200. ഓക്കെ, അപ്പൊ അത് പർച്ചേസ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിവിടെ റിപ്പീറ്റ് ചെയ്യണം. അത് മീൻസ് 350 20 7,000 200 25 5,000 then latest ആയിട്ട് കിട്ടിയിട്ടുള്ള 100 20 200. ഓക്കെ, നോക്കിയിട്ട് കഴിയും. ഇനി 6th തന്നെ എന്ത് നടക്കുന്നുണ്ട്, ഇഷ്യൂ നടക്കുന്നുണ്ട്. എത്ര യൂണിറ്റ് ആണ് 6th ഇഷ്യൂ ചെയ്യുന്നത്? 6th ഇഷ്യൂ ചെയ്യുന്നത് 300 യൂണിറ്റ്സ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇഷ്യൂഡ് റഫറൻസ് നമ്പർ. ഇവിടെ നോക്കുക. അപ്പൊ ഇനി ഈ 3 ലോട്ടാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 ലോട്ടിനും ഡിഫറെന്റ് റേറ്റ് ആണ്. 350 20 ആണ്, 200 25 ആണ്, ദെൻ 10 20 ആണ്. ഓക്കെ, അപ്പൊ ഈ ഡിഫറെന്റ് റേറ്റിൽ 300 യൂണിറ്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഈ 6th ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇഷ്യൂ കോളത്തിലാണ് എഴുതാണ്ടാവുക. അപ്പൊ ഇഷ്യൂ കോളത്തിൽ എഴുതുമ്പോൾ 300 യൂണിറ്റ്സ് ഇവിടെ ഏതൊന്ന് കൺസിഡർ ചെയ്ത് പോകണം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ നിന്നാണ് കൺസിഡർ ചെയ്ത് പോവുക. അപ്പൊ എന്ത് ചെയ്യാ, 10 യൂണിറ്റ്സ് 20 റുപ്പീസ് പ്രകാരം 200. അപ്പൊ അതുകൊണ്ട് തീരില്ല, പിന്നെ 200 യൂണിറ്റ്സും എടുക്കണം. 200 യൂണിറ്റ്സ് 25 5,000. ഓക്കെ, ഇനി എത്ര മതി, ഇവിടെ 210 ആയി. ഇനി 90 യൂണിറ്റ്സിന്റെ ഷോർട്ടും കൂടി ഉള്ളൂ. 300 യൂണിറ്റ്സ് ആണല്ലോ ഇഷ്യൂ ചെയ്തത്. അപ്പൊ 300 ഈ 210 മൈനസ് ചെയ്യുക, അപ്പൊ 90 യൂണിറ്റ്സ്. അപ്പൊ 90 യൂണിറ്റ്സ് ഇവിടെ എടുക്കുന്നു. ഈ 90 യൂണിറ്റ്സ് എവിടെ നിന്നാണ് എടുക്കുന്നത്, ഈ 350 നിന്നാണ്, ആണല്ലോ. അപ്പൊ ഈ 350 നിന്ന് ഈ 90 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, യൂട്ടിലൈസ് ചെയ്തു. ഇനി ഇവിടെ ബാക്കി എത്ര യൂണിറ്റ്സ് ഉണ്ടാവും, 260 യൂണിറ്റ്സ് ആണ് ഇനി ബാക്കി ഉണ്ടാവും. ഇതിന്റെ റേറ്റ് എത്ര, 20. ഓക്കെ, then 18,800. അപ്പൊ ഇനി 350 മൈനസ് 90 എത്ര വരും, 260. ഇതിന്റെ വാല്യൂ 20. ഓക്കെ, ഇപ്പൊ ഇത് ഈ ബാലൻസ് ഉള്ളതാണല്ലോ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഈ ബാലൻസ് ഉള്ളതിന്റെ 20 ആണ് വാല്യൂ ഉള്ളത്. അപ്പൊ 20 കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 5200. ഓക്കെ, റെഡി അല്ലേ, 5200. ഇപ്പൊ ഇവിടെ 6th വരെയുള്ള ഇഷ്യൂ ചെയ്ത കേസ് വരെ നമ്മൾ ട്രീറ്റ് ചെയ്തു പോയി. ഇനി എന്താ നടക്കുന്നത്, 7th എന്താ നടക്കുന്നത്, വീണ്ടും ഇഷ്യൂ ചെയ്യുകയാണ്. എത്ര യൂണിറ്റ്സാ, 100 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് 7th 100 യൂണിറ്റ്സ്. സോ ഇഷ്യൂഡ് റഫറൻസ് നമ്പർ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ 260 യൂണിറ്റ്സ് അവൈലബിൾ ആണ്. അതിലൂടെ 100 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നുള്ളൂ, ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പൊ 100 യൂണിറ്റ്സ് 22,000. അപ്പൊ ഇത് മൈനസ് ചെയ്താൽ എന്തുണ്ടാവും, 160 20 3,200. ഇനി അടുത്ത ഡേറ്റിൽ, നെക്സ്റ്റ് ഡേറ്റിൽ 8th ഏപ്രിൽ 8th നടക്കുന്നത് എത്ര, 50 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, 8th അഗെയിൻ ഇഷ്യൂഡ് റഫറൻസ് നമ്പർ. ഇവിടെ 160 ബാലൻസ് ഉണ്ട്. അതിന് എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, 50 യൂണിറ്റ്സ്. സോ 50 ഇവിടെ റൈറ്റ് ചെയ്തു. 20 ആണ് വാല്യൂ ഉണ്ടാവുക, ലേറ്റസ്റ്റ് വാല്യൂ 20 ആണ്. സോ 1000. ഓക്കെ, ദെൻ 50 യൂണിറ്റ്സ് 20 വെച്ച് മൈനസ് ചെയ്തു. അപ്പൊ ഈ 50 യൂണിറ്റ്സ് ഏതിൽ നിന്ന് പോകും, 160 പോയി. അപ്പൊ ഇവിടെ ബാലൻസ് എത്ര ഉണ്ട്, 110. ഓക്കെ, 110 20 that means 2200. കണ്ടില്ലേ. ഇനി ലാസ്റ്റ് പോർഷൻ എന്താ പറഞ്ഞത്, ഏപ്രിൽ 10th it was noticed that there is a shortage of 10 units. 10 യൂണിറ്റിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ്. ഷോർട്ടേജ് വരുന്ന സമയം ഏതിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ എപ്പോഴോ ഇഷ്യൂ ചെയ്ത് പോയിട്ടുണ്ട്. ആ ഇഷ്യൂ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടാണ് ഷോർട്ടേജ് ആയത് വെരിഫിക്കേഷൻ നടത്തിയപ്പോൾ. അപ്പൊ ആ ഇഷ്യൂ ചെയ്ത കോളത്തിൽ ആ 10 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. സോ ഏപ്രിൽ 10th അഗെയിൻ ഇഷ്യൂഡ് റഫറൻസ് നമ്പർ 10 യൂണിറ്റ്സ് ആണ്, വാല്യൂ 20 ആണ്. സോ 200. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി, 10 യൂണിറ്റ്സ് നിന്ന് മൈനസ് ചെയ്യാനുണ്ടാവും. അപ്പൊ 100 യൂണിറ്റ്സ് 20 then 2000. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 100 യൂണിറ്റ്സ് 22,000. അപ്പോൾ സ്റ്റോക്ക് ലിഫോ മെത്തേഡ് ഫോളോ ചെയ്തപ്പോൾ ആ ഒരു ഫേമിന്റെ ഏപ്രിൽ മാസം
10th ആയപ്പോഴുള്ള ഏപ്രിൽ മാസം 10th സ്റ്റോക്ക് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണ്. പെർ യൂണിറ്റിന് 20, ടോട്ടൽ 2000 rupees. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരേ ഡേറ്റിന് ഇഷ്യൂവും പർച്ചേസും നടക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം അത് ഇഷ്യൂ ചെയ്ത് പോവുക. കാരണം ലേറ്റസ്റ്റ് വാല്യൂ ഏതാണോ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പർച്ചേസ് കാണിച്ചതിന് ശേഷം അതിനെ ട്രീറ്റ് ചെയ്ത് പോവുക. ഇനി ഇവിടെയൊക്കെ ഈ ഡോട്ട് ക്രിയേറ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് 90 യൂണിറ്റ്സ് മൈനസ് ചെയ്താണ് 260, ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് 100, 160, 160 50 മൈനസ് ചെയ്ത് 110, 110 10 പോയി 100. ഇതൊക്കെ ഇൻഡിവിജ്വൽ കേസസ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് ഒരു 2 or 3 ടൈംസ് നിങ്ങൾക്ക് എപ്പോഴാണോ അത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്, വളരെ സിമ്പിൾ ആണ്. ആ ഒരു വാല്യൂ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ലേറ്റസ്റ്റ് വാല്യൂ ആണോ എടുക്കുന്നത്, ഓൾഡസ്റ്റ് വാല്യൂ ആണോ എടുക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക ഫിഫോയും ലിഫോയും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ അത് നേരെ മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ദെൻ ക്വാണ്ടിറ്റി ഇത്ര യൂണിറ്റ് ആണോ ഇഷ്യൂ ചെയ്യുന്നത് അത്രയും യൂണിറ്റ് റെഡ്യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാലൻസ് എമൗണ്ട് മാത്രം അതിനകത്ത് റൈറ്റ് ചെയ്ത് പോകും. എന്നിട്ട് ഇവിടെ ടോട്ടൽ കാണുന്ന സമയത്ത് ലാസ്റ്റിൽ ആ ഒരു യൂണിറ്റിലെ ബാലൻസ് എമൗണ്ട് എത്ര എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിഫോ മെത്തേഡ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും 3 or 4 ഐറ്റംസ് ഒരുമിച്ചാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. കാരണം എന്താ, അത് പ്രത്യേക ഡോട്ടിൽ പർച്ചേസസ് ലാസ്റ്റിൽ വന്നതുകൊണ്ടാണ് അത്രയും അളവ് വന്നിട്ടുണ്ടാകുക. ഇവിടെ ലാസ്റ്റ് കേസിൽ എന്താ നടന്നത്, 4 ഇഷ്യൂഡ് കേസുകളാണ് ഏറ്റവും ലാസ്റ്റിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യാണ്, ക്വാണ്ടിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ബാലൻസ് എന്താണോ അതായിരിക്കും അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് ക്ലിയർ?